മൂലക്കുരു അഥവാ പൈൽസ്. ദിശ ഡോക്ടറെ, ഈ പല ആളുകളും പ്രത്യേകിച്ച് കൗമാരപ്രായക്കാർക്ക് ഈ മൂലക്കുരു എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ചമ്മലും നാണമൊക്കെയാണ്. ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞതുപോലെ കൗമാരപ്രായക്കാർ ഈ മൂലക്കുരുവൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പേരൻസിനോട് പറയില്ല, പേഴ്സണലായിട്ട് പോയി കാണിക്കുന്ന ആൾക്കാരുണ്ട്. പേരൻസിനോട് അഥവാ പറഞ്ഞാൽ തന്നെ പേരൻസിനോട് പറയും, മറ്റുള്ളവരോടൊന്നും പറയരുത്. അപ്പോൾ പേരൻസിന് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അന്വേഷിക്കാൻ പറ്റില്ല, ആരെ കാണിക്കണം എന്നൊക്കെ. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ സ്വാഭാവികമായും ഫേക്കായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ എത്തിപ്പെട്ട് പെട്ടെന്ന് തന്നെ സർജറിയിലേക്ക്, അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ സർജറിയിലേക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് വലിയൊരു ധാരണയൊന്നും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആസ് ആൻ ആയുർവേദിക് ഡോക്ടർ ദിശക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? വളരെ ശരിയാണ്. പൈൽസ് പോലെയുള്ള അസുഖങ്ങൾ പുറത്തു പറയാൻ മിക്കവാറും ആൾക്കാർക്കൊക്കെ മടിയാണ്. അത് കൗമാരപ്രായക്കാർ മാത്രമല്ല, പ്രായമായവർക്ക് വരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണിത്. ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന പല പേഷ്യൻസും പൈൽസായിട്ട് അതിന് ട്രീറ്റ്മെൻറ്റിനല്ല വരിക. സത്യത്തിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഹിസ്റ്ററി എടുക്കുമ്പോഴാണ് അവർ മനസ്സോടെ ഇങ്ങനെ ഭയങ്കര സംഭവമായിട്ട് ഇങ്ങനെ ചെവിയിലൊക്കെയാണ് പറയുക, എനിക്ക് പൈൽസ് ഉണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പം ഈ പൈൽസ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ശരിക്കും ഒരു മരണം പോലെ പേടിയുള്ളൊരു സംഭവമാണ്. അത് എന്തുകൊണ്ടോ അങ്ങനെ വന്നു, അതെനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഷുഗറാണ് എന്നൊക്കെ പറയാൻ ആൾക്കാർ വളരെ ലാഘവത്തോടെയാണ് പറയുന്നത്. കാരണം ശരിക്കും ഷുഗർ പേടിക്കേണ്ട, ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ വളരെ പേടിക്കേണ്ട ഒരു അസുഖം തന്നെയാണ്. എന്നാലും അതൊക്കെ ആൾക്കാർ ലാഘവത്തോടെ പറയുകയും ഈ പൈൽസൊക്കെ മരണം പോലെ ഭീതിയോടെ പറയുകയും ചെയ്യുന്നതാണ്. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പം പൈൽസിനൊക്കെ നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിന് നമ്മൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും കൂടിയുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ മാറ്റം വരുന്ന കണ്ടീഷൻ ഉണ്ട്. പൈൽസ് സർജറി ഒരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ എപ്പോഴാണ് സർജറി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പൈൽസ് കാരണം ഇവർക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഒന്നുകിൽ സിവിയർ ആയിട്ടുള്ള പെയിൻ ആയിരിക്കാം, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പോലെ ബ്ലീഡിങ് ഉണ്ടാവും, അല്ലെങ്കിൽ പഴുപ്പ് ഉണ്ടാവും, പിന്നെ അവിടത്തേക്കുള്ള ബ്ലഡ് സപ്ലൈ കട്ടാവുക, പ്രൊലാപ്സ് വരിക, വളരെ വലുപ്പത്തിലുള്ള പൈൽ മാസ് ഉണ്ടാവുക. അങ്ങനെയൊക്കെ വരുമ്പോൾ മുമ്പോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയിൽ സർജറി ചെയ്യാം. അതായത് അവസാന ഘട്ടം ചെയ്യാം. എന്ന് വെച്ചാൽ സർജറി എന്ന് പറഞ്ഞാൽ ഇതൊരു ശാശ്വത പരിഹാരമാണെന്ന് വിചാരിക്കരുത്. ഈ പൈൽസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം സർജറി ചെയ്താലും പിന്നെയും കുറച്ച് നാളുകൾ കൊണ്ട് പിന്നെയും ഇതുപോലുള്ള പ്രോബ്ലംസ് ഉണ്ടാകും. അപ്പോൾ ഓരോ പ്രാവശ്യവും സർജറി ചെയ്യുക എന്ന് പറഞ്ഞത് അതൊരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ നമ്മൾ ഈ പൈൽസിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ എന്താണ് ഇത് വരാനുള്ള കാരണം, അതിനാണ് നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്യുക. നമ്മൾ യഥാർത്ഥത്തിൽ ഈ ആൾക്കാരുടെ ഈ പറയാനുള്ള മടി, ഈ ഭീതി ഒക്കെ മുതലെടുത്തുകൊണ്ടാണ് പല ട്രീറ്റ്മെൻറ്റ് സെൻറ്ററുകളും മുമ്പോട്ട് പോകുന്നത്. അവിടെ യഥാർത്ഥത്തിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ആൾ ഡോക്ടർ ആയിക്കൊള്ളണമെന്നില്ല. അവർക്ക് എവിടെന്നെങ്കിലും കിട്ടിയ ചെറിയ ചെറിയ അറിവുകൾ വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുക, പബ്ലിസിറ്റിയൊക്കെ കൊടുത്ത് ആ രീതിയിൽ ആൾക്കാരുടെ ഈ ഒരു വികാരത്തെ കൂടി അവർക്കുള്ള ഈ തെറ്റിദ്ധാരണ ഉണ്ടല്ലോ അതൊന്നും കൂടി കൂടുതലാക്കിയിട്ടാണ്, ഈ ഭയം കൂടുതൽ ജനിപ്പിച്ചിട്ടൊക്കെയാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ എന്ത് ചെയ്യുക, സർജറി പോലുള്ള അവർക്ക് ചില പൊടിക്കൈകളൊക്കെ ഉണ്ട്. അങ്ങനെ ക്ഷാരസൂത്രം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ആയുർവേദത്തിലുള്ള എഫക്റ്റീവ് ട്രീറ്റ്മെൻ്റ് ആണ്. പക്ഷെ അത് അവർക്ക് എന്തെങ്കിലും അറ്റവും മൂലം മാത്രമേ അറിയുള്ളൂ അതിനെക്കുറിച്ചിട്ട്. അപ്പോൾ അവരതിനെ എന്ത് ചെയ്യും, അവരുടെ കോൺഫിഡൻസ് വെച്ചിട്ട് അവരത് ഡെവലപ്പ് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യും. യഥാർത്ഥത്തിൽ ആ പേഷ്യൻറ്റിന് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയ ലഘുവായിട്ടുള്ള മരുന്നുകളും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ചെറിയ ഡയറ്റ് കൺട്രോളൊക്കെ കൊണ്ട് തന്നെ മാറുന്ന അസുഖത്തിനെയാണ് അവർ ഈ രീതിയിൽ സർജറി ചെയ്യുക. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് പല കോംപ്ലിക്കേഷൻസും ഉണ്ടാവാം. ചിലപ്പോൾ വൃത്തിഹീനമായ ചുറ്റുപാടിലൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇൻഫെക്ഷൻസ് ഉണ്ടാവാം. ഈ വെയിൻസിന് വരുന്ന എലാസ്റ്റിസിറ്റി കൂടുതലാവുന്നതാണല്ലോ ഈ പൈൽസ് എന്ന് പറയുന്നത്. അവിടെ ഈ വെരിക്കോസിറ്റി, കാലിൽ എങ്ങനെയാണോ വെരിക്കോസിറ്റി വരുന്നത് അതേപോലെ തന്നെ അവിടെ വരുന്ന ഒരു സംഭവമാണ് ഈ പൈൽസ്. അപ്പോൾ ഈ പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് പരിചയക്കുറവ് കൊണ്ട് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് കൂടുതൽ വഷളാവാനും സാധ്യതയുണ്ട്. ടൗണുകളിലൊക്കെ ഒരുപാട് സെന്ററുകളിൽ ഇതുപോലെ മൂലക്കുരു ട്രീറ്റ്മെന്റ് സർജറി ചെയ്യുന്ന ഒരുപാട്, അതൊക്കെ ശരിക്കും ജെനുവിൻ ആണ് അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ആളുകൾ? ഫേക്ക് ആയിട്ടുള്ളതാണ് കൂടുതലും. പിന്നെ ചിലതൊക്കെ ജെനുവിൻ കേസ് ഉണ്ടാവാം, നമ്മൾ സർവേ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ കൂടുതലും കാണുന്നത് ഫേക്ക് ആയിട്ടുള്ള സെന്ററുകൾ തന്നെയാണ്. ഈ ആൾക്കാർക്ക് ഈ ട്രെയിനിങ് കൊടുക്കും, കൂടെ നിൽക്കുന്ന ആൾക്ക് ട്രെയിനിങ് കൊടുത്ത് വീണ്ടും ഒരു സെന്റർ തുടങ്ങിയിട്ട് അവിടെ ഈ ട്രെയിനിങ് കൊടുത്ത ആളെ പിടിച്ചിട്ട് അവിടെ ഇടുന്നുള്ളത്. അങ്ങനെയുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് അടുത്തൊരു ബ്രാഞ്ച് തുടങ്ങിയിട്ട് അവിടെ അതുപോലെ എന്തെങ്കിലും ഒരു പേര് വിട്ടിട്ട് ഈ മൂലക്കുരുന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരുപാട് ഫേക്ക് സംഭവങ്ങളുണ്ട്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഒരുപാട് പേരൻസ് ഇതിനെക്കുറിച്ച് പുറത്ത് പറയാണ്ട് അവർക്കൊക്കെ മടിയായിട്ട് അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ നേരെ കൂടുതൽ അന്വേഷിക്കില്ല. അപ്പോൾ നേരെ പോയിട്ട് എന്ത് ചെയ്യും, പേരൻസ് എന്നല്ല ആർക്കാണെങ്കിലും നേരെ പോയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ സർജറിയിലേക്ക് പോകും. നമ്മൾ ഒരു 3-4 ഡോക്ടറുമായിട്ടൊക്കെ ഒന്ന് ഇത് വെച്ച് ഒരു കൺസൾട്ടിങ് നടത്തിയതിന് ശേഷം മാത്രമേ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സർജറിയിലേക്ക് പോകാൻ പാടുള്ളൂ. സർജറി എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള സർജറിയിലേക്ക്. അപ്പോൾ സർജൻ എല്ലാ ഹോസ്പിറ്റലുകളിലും സർജൻ ഈ ഇതിനുള്ള സർജറി ചെയ്യും. യഥാർത്ഥത്തിൽ അവസാന ഘട്ടത്തിൽ പൈൽസിന് സർജറി തന്നെയാണ്
ഓപ്ഷനായിട്ടുള്ളത്. പക്ഷേ അത് ആദ്യം തന്നെ ഒരു സർജനെ കാണിച്ച് പൈൽസ് തന്നെയാണോ എന്ന് ഡയഗ്നോസ് ചെയ്യണം. മലദ്വാരത്തിലും മലാശയത്തിലൊക്കെ വരുന്ന പല തരത്തിലുള്ള അസുഖങ്ങളുണ്ട്. അതൊക്കെ പൈൽസ് ആയിക്കൊള്ളണം എന്നില്ല. ഓക്കെ, അത് ആദ്യം തിരിച്ചറിയത് പൈൽസ് തന്നെയാണോ, ഇതിന് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു സർജനെ കണ്ട് നമ്മൾ തീരുമാനത്തിലെത്തുക. യഥാർത്ഥത്തിൽ ആയുർവേദത്തിൽ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട് പൈൽസിന്. ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മരുന്ന് കഴിക്കുക മാത്രമല്ല, നമ്മളുടെ ലൈഫ് സ്റ്റൈലിലും ഫുഡ് ഹാബിറ്റിലും ഒക്കെ മാറ്റങ്ങൾ വരുത്തി ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം തന്നെ കാണാൻ പറ്റും. പിന്നെ സർജറിക്ക് പോകേണ്ട ആവശ്യമേ വരാറില്ല. ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന ഒട്ടുമിക്ക എല്ലാ പേഷ്യൻസിനും പൈൽസ് ഉള്ളവർക്കൊക്കെ പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്. സത്യത്തിൽ ഈ പൈൽസ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പൈൽസ് വരാനുള്ള കാരണങ്ങൾ പ്രധാനപ്പെട്ട ഒന്ന് ദീർഘനാളായിട്ട് നീണ്ടു നിൽക്കുന്ന കോൺസ്റ്റിപ്പേഷൻ, അതായത് മലബന്ധം റെഗുലറായിട്ട് കണ്ടുവരുന്ന ആൾക്കാർക്ക് കൂടുതൽ പ്രഷർ ഉപയോഗിക്കേണ്ടി വരും ഈ മോഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയുള്ള വെയിൻസിന് ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നതാണ് ഈ പൈൽ മാസായിട്ട് രൂപപ്പെടുന്നത്. കോൺസ്റ്റിപ്പേഷൻ മാത്രമല്ല, ചിലർക്ക് ഡയറിയ, ഡിസെൻട്രി തുടങ്ങിയ വയറിളക്ക രോഗങ്ങൾ ഉണ്ടാവില്ലേ, അതിൻ്റെ ഭാഗമായിട്ടും പൈൽസ് വരാം. പിന്നെ പലരുടെയും തെറ്റായിട്ടുള്ള ജീവിതചര്യ ഇതിനൊരു മെയിൻ റീസൺ ആണ്. പിന്നെ അമിതമായിട്ടുള്ള മദ്യപാനം, സ്മോക്കിംഗ്, പിന്നെ ടെൻഷൻ, ഇതൊക്കെ റീസൺ ആവാം. പിന്നെ പാരമ്പര്യ ഘടകങ്ങളും ഉണ്ട്. പിന്നെ ഗർഭകാലത്ത് പല സ്ത്രീകൾക്കും പൈൽസ് ഉണ്ടാകാറുണ്ട്. കാരണം ആ സമയത്ത് വെയിറ്റ് കൂടുകയും പിന്നെ കുട്ടിയുടെ പ്രഷർ മൊത്തം ആ ഭാഗങ്ങളിലേക്ക്, ലോവർ പാർട്ടിലാണല്ലോ ആ പ്രഷർ കിട്ടുക, അപ്പം അത് പൈൽസായിട്ട് മാറാൻ കാരണമാകുന്നുണ്ട്. പിന്നെ പൊണ്ണത്തടി ഇതിനൊരു റീസണാണ്. പിന്നെ വെയിറ്റ് ലിഫ്റ്റിംഗ് കൂടുതലായിട്ട് ചെയ്യുന്ന ജോലികൾ ഉണ്ടാവുമല്ലോ, അവർക്ക് പൈൽസ് കൂടുതലായിട്ട് വരാം. പിന്നെ പ്രധാനമായിട്ടും ഫൈബർ കണ്ടൻറ്റ് കുറവുള്ളത്, പച്ചക്കറികൾ വളരെ കുറവ് ഉപയോഗിക്കുന്ന ആൾക്കാർ, മെയിനായിട്ട് നോൺ വെജ് തന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ആൾക്കാർക്ക് വരാം. കൂടുതലായിട്ട് എരിവും പുളിയൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ, എണ്ണമയം കൂടുതലുള്ള ഭക്ഷണങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് വരാം. അങ്ങനെ പിന്നെ ഒരുപാട് സമയം ടോയ്ലറ്റിൽ സ്പെൻഡ് ചെയ്യുന്ന ചിലരുടെ സ്വഭാവം ഉണ്ട്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാവില്ല, ഫോണൊക്കെ എടുത്തിട്ട് കുറേ നേരം ടോയ്ലറ്റിൽ സ്പെൻഡ് ചെയ്യുക, അതൊക്കെ. പിന്നെ തന്നെ മണിക്കൂറുകളോളം ഇരുന്ന് ജോലി ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ പൈൽസ് വരാം. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനാണ് നമ്മൾ ശരിയായിട്ടുള്ള ഒരു ചിട്ട കൊണ്ടുവരേണ്ടത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് പൈൽസ് പിന്നെ ഓൾറെഡി ഉള്ളവർക്ക് അത് മാറാനും ഇനി അങ്ങോട്ടേക്ക് വരാതിരിക്കാനും ഒക്കെ അത് സഹായിക്കും. പിന്നെ പല മരുന്നുകളും ഉണ്ട് ആയുർവേദത്തിൽ, അത് വളരെ എഫക്റ്റീവാണ്. നമുക്കത് ആ ഒരു അവസ്ഥ അനുസരിച്ചിട്ട് നമുക്കത് ചെയ്യാനും പറ്റും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരാണോ ഈ പേഷ്യൻ്റ് എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് പഠിച്ച് അതിനുള്ള ആരെ കാണണമെന്ന് തീരുമാനിച്ച് പ്രോപ്പറായിട്ടുള്ള ആളെ തന്നെ കാണിക്കുക, എന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. നമ്മൾ ഫേക്കായിട്ടുള്ള സ്ഥലങ്ങളിൽ എത്തിപ്പെടാതിരിക്കുക. അപ്പോൾ താങ്ക് യു.